ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എനാനി ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് കുറച്ച് പേര് ഡൗട്ട്സ് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡൗട്ട്സ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഡൗട്ട്സ് ക്ലിയർ ചെയ്യാതെ പോയാൽ തുടർന്ന് കാണുന്ന ഇവർക്ക് അങ്ങോട്ടുള്ള എപ്പിസോഡ് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അവരുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് തുടർന്ന് എപ്പിസോഡിലേക്ക് പോകാം. അപ്പോൾ വായോ, നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. കൂടുതൽ പേരും ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മെഷർമെൻറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കുറച്ച് ടിപ്സുകൾ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെഷർ ചെയ്യുമ്പോൾ ബോഡി മെഷർമെൻറ്റ് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ടേപ്പ് എങ്ങനെയാണ് പിടിക്കേണ്ടത്, ലൂസ് വിടണോ എന്നൊക്കെ ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് കൂടുതൽ പേർക്കും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് അവർ കമൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടേപ്പ് ചുറ്റുമ്പോൾ, ബോഡിയിൽ ടേപ്പ് ചുറ്റുമ്പോഴത്തേക്കും കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി ടൈറ്റ് ആയിരിക്കും അല്ലേ. നമ്മുടെ ടേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റാത്ത അത്രയും ടൈറ്റ് ആയിരിക്കും. നമ്മുടെ ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ് എന്ത് മെഷർമെൻറ്റ് ആയാലും നമ്മൾ ടേപ്പ് വെച്ച് ചുറ്റുമ്പോഴത്തേക്കും ടൈറ്റായിട്ട് പിടിച്ച് ചുറ്റും. അതാണ് നമ്മുടെ കൃത്യം ബോഡി മെഷർമെൻറ്റ്. പക്ഷേ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഉടുപ്പിലും അതേ മെഷർമെൻ്റ് എടുത്ത് അതേ ഒരു ടൈറ്റ്നെസ്സോടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇടുവാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ അത് ഭയങ്കര ടൈറ്റായിട്ട് നിൽക്കും. നമുക്കൊന്നും ശ്വാസം വിടാൻ പോലും പറ്റാത്ത അത്രയും ഒരു ടൈറ്റ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലൂസ് ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ലൂസ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും രണ്ട് രീതിയിൽ നമുക്ക് ലൂസ് ആഡ് ചെയ്യാം. അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് അതിന് വേണ്ടിയിട്ട് എക്സാമ്പിളായിട്ട് ചെസ്റ്റ് മെഷർമെൻറ്റ് ഒരു 36 എടുക്കാം. 36 ചെസ്റ്റ് മെഷർമെൻറ്റ്. അതായത് ടൈറ്റായിട്ട് നമ്മൾ ടേപ്പ് ചുറ്റുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിൽ നിന്നും കിട്ടുന്ന ചെസ്റ്റ് മെഷർമെൻറ്റ് 36 വിചാരിക്കുക. ചെസ്റ്റ് മെഷർമെൻറ്റ് എവിടെയാണ് എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലപ്പോഴും ചിലവർ ബ്രസ്റ്റ് മെഷർമെൻറ്റ് എടുക്കുന്നത് കാണാം. ഒരിക്കലും അങ്ങനെ എടുക്കരുത്. നമുക്ക് എപ്പോഴും ചെസ്റ്റ് മെഷർമെൻറ്റ് തന്നെയാണ് വേണ്ടത്. കഷക്കുഴിയുടെ താഴെ ടേപ്പ് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ടേപ്പ് വെച്ച് ചെസ്റ്റ് മെഷർ ചെയ്തെടുക്കാനായിട്ട്. ഈ ചെസ്റ്റ് മെഷർമെൻറ്റിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്തുകൊണ്ടാണ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? നമുക്കറിയാം അല്ലേ. ബാക്കും ഫ്രണ്ടും വരുമ്പോൾ 2 തുണി പീസുകളാണ് വരുന്നത്. അപ്പോൾ ആ തുണികളെ 2ആയിട്ട് മടക്കുമ്പോഴത്തേക്കും 4 ഫോൾഡായിട്ട് നമുക്ക് കിട്ടും അല്ലേ. 4 തുണി ഭാഗമായിട്ട് കിട്ടും. അതായത് ലെഫ്റ്റും റൈറ്റും നമുക്ക് വേണം. അപ്പം നമ്മൾ ഏതെങ്കിലും ഒന്നാണ്, ലെഫ്റ്റ് ഓർ റൈറ്റ്, ഏതെങ്കിലും ഒരു ഭാഗമാണ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തുണിയെ 2ആയിട്ട് മടക്കുമ്പോൾ നമുക്ക് 4ആയിട്ട് കിട്ടും. അപ്പോൾ 4ആയിട്ട് മടക്കിയ തുണിയിൽ നമുക്ക് അളവ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തിൻ്റെ ചുറ്റളവിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ശരീരത്തിൻ്റെ ഒരു ഭാഗത്തുള്ള അളവ് കിട്ടുകയുള്ളൂ. അപ്പോൾ 36 എന്ന് പറയുന്ന ചെസ്റ്റ് അളവിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 9 എന്ന് പറയുന്ന ഒരു സംഖ്യ കിട്ടും. ഈ സംഖ്യ എന്ന് പറയുന്നത് ലൂസ് നമ്മൾ ആഡ് ചെയ്യാത്ത സംഖ്യയാണ്. കാരണം നമ്മളെടുത്ത ചെസ്റ്റ് മെഷർമെൻറ്റിൽ ലൂസ് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ടൈറ്റായിട്ട് നമ്മളെടുക്കുന്ന ചെസ്റ്റ് മെഷർമെൻറ്റാണ് ഈ 36. ആ 36നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന 9 എന്ന സംഖ്യയുടെ കൂടെ ലൂസിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 9.5 ഇഞ്ചായിട്ട് കിട്ടും. ഈ 9.5 ഇഞ്ചാണ് ചെസ്റ്റ് മെഷർമെൻറ്റായിട്ട് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും നമ്മൾ ആഡ് ചെയ്യും. ഇത്ര മാത്രമേ നമ്മൾ ആഡ് ചെയ്യുകയുള്ളൂ. ഇനി ഇതിൽ ഒന്നും തന്നെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം 36 അളവുള്ള ചെസ്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 9 കിട്ടി. ആ 9ൻ്റെ കൂടെ ലൂസിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 9.5 കിട്ടി. ആ 9.5യുടെ കൂടെ നമ്മൾ 2 ഇഞ്ച് സീം അലവൻസും ആഡ് ചെയ്തു. ഇതാണ് നമ്മൾ ബോഡി മെഷർമെൻറ്റ് എടുക്കുന്നതിൻ്റെ ഒരു രീതി. ഇനി നമുക്ക് രണ്ടാമത്തെ രീതി എങ്ങനെയാണെന്ന് നോക്കാം. രണ്ടാമത്തെ രീതിയിലും നമ്മൾ ചെസ്റ്റ് മെഷർ ചെയ്യുമ്പോഴത്തേക്കും ടൈറ്റായിട്ട് തന്നെ മെഷർമെൻറ്റ് എടുക്കുക. അങ്ങനെ ടൈറ്റായിട്ട് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് ചെസ്റ്റ് അളവ് 36 കിട്ടും. ആ 36ൻ്റെ കൂടെ ലൂസിനായിട്ട് 2 ഇഞ്ച് ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ സെയിം അലവൻസ് 2 ഇഞ്ചും കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 36ൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 38 കിട്ടും. ആ 38നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 9.5 ഇഞ്ച് കിട്ടും. മനസ്സിലായോ? ആ 9.5 ഇഞ്ച് എന്ന് പറയുന്നതാണ് ചെസ്റ്റ് മെഷർമെൻറ്റ്. അതിനുശേഷം 2 ഇഞ്ച് സീം അലവൻസ്. അതത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരത്തെ ചെസ്റ്റ് അളവ് എടുത്തതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് ആഡ് ചെയ്തു അല്ലേ, ലൂസായിട്ട്. അപ്പോഴും നമുക്ക് കിട്ടിയത് എത്ര? 9.5 ഇഞ്ച്.
ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് നോക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത് 9.5 ഇഞ്ചാണ്. ഓക്കെ, എങ്ങനെ ചെയ്താലും നമുക്ക് ഒരു ആൻസറാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്, നിങ്ങൾ ടേപ്പ് പിടിക്കുമ്പോൾ ടൈറ്റായിട്ട് പിടിക്കാതെ 2 വിരൽ ടേപ്പിന് അകത്ത് നമുക്ക് കടത്തി വിടാവുന്ന ഒരു ലൂസ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ലൂസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൽ ഓൾറെഡി ഒരു 1/2 ഇഞ്ച് കയറും. നമ്മുടെ 2 വിരൽ ആ ടേപ്പിനകത്ത് നിൽക്കുന്ന രീതിക്കാണ് നമ്മൾ ടേപ്പ് പിടിക്കുന്നതെങ്കിൽ ഓൾറെഡി അതിലൊരു 1/2 ഇഞ്ച് ആഡ് ആകും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അതിൽ ലൂസ് കൊടുക്കാത്തത്. നമുക്ക് സീം എലമെൻറ്റ്സ് മാത്രം കൊടുത്താൽ മതി. മനസ്സിലായോ? ഇത്രയും കാൽക്കുലേഷൻ നമുക്കതിൽ ആവശ്യം വരുന്നില്ല. ആ ടേപ്പിൽ നമ്മൾ പിടിക്കുന്ന ആ ലൂസ് ഇട്ട് നമ്മൾ ടേപ്പ് പിടിക്കുന്ന അത്രയും മതി നമുക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റായിട്ട്. ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിൽ കൂടുതൽ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോ നിങ്ങൾ നോക്കുക. അല്ലാതെ ഇപ്പോൾ വേറെ വഴിയില്ലല്ലോ. കാരണം എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിൽ കൂടുതൽ എനിക്കറിയില്ല എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന്. ഓക്കെ, പിന്നെ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, നമ്മുടെ വേസ്റ്റ് മെഷർമെൻറ്റിൻ്റെ ഹിപ്പ് മെഷർമെൻറ്റിൻ്റെ അവിടെ അല്ലാത്തൊരളവ് പറയുന്നുണ്ടല്ലോ, അത് എന്തിൻ്റെ ആണെന്ന്. അതെന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ വേസ്റ്റും ഹിപ്പും നമുക്കറിയാം. പക്ഷെ അത് തുണിയിലോട്ട് നമ്മൾ മാറ്റുമ്പോഴത്തേക്കും അത് എവിടെയാണ് പ്രോപ്പറായിട്ട് വരേണ്ടതെന്ന് നമുക്കൊരു കാൽക്കുലേഷൻ വേണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ മെഷർമെൻറ്റ് ഇടുന്നത്. അതെന്ന് പറയുന്നത് മുതിർന്നവർക്ക്, കൊച്ചുകുട്ടികൾക്കല്ല, നമുക്ക് ലേഡീസിൻ്റെ കുർത്തയും ടോപ്പൊക്കെ തയ്ക്കുമ്പോഴത്തേക്കും വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എവിടെയാണ് നമ്മൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തേണ്ടതെന്നതിന് വേണ്ടിയിട്ടാണ് ഷോൾഡറിൻ്റെ അവിടെ നിന്നും താഴേക്ക് നമ്മൾ അളവെടുക്കുമ്പോഴത്തേക്കും 14 ഇഞ്ച് എവിടെയാണോ വരുന്നത് അതാണ് നമ്മുടെ വേസ്റ്റ് മെഷർമെൻറ്റ് അടയാളപ്പെടുത്താനുള്ള പോയിൻ്റ്. ഓക്കെ, അതിനുശേഷം ഹിപ്പ് മെഷർമെൻറ്റ് അടയാളപ്പെടുത്താനുള്ള പോയിൻ്റാണ് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് നമ്മൾ അളവെടുക്കുമ്പോൾ 21 ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെയാണ് നമ്മൾ ഹിപ്പിൻ്റെ ചുറ്റളവ് അടയാളപ്പെടുത്താനുള്ള പോയിൻ്റ്. അതിന് വേണ്ടിയിട്ടാണ് ആ പോയിൻ്റ് എടുക്കുന്നത്. ഇത് നമ്മുടെ സ്ലിറ്റഡ് ചുരിദാറാണെങ്കിൽ മസ്റ്റായിട്ട് നമുക്ക് ആ അളവ് വേണം. എന്നാൽ മാത്രമേ സ്ലിറ്റഡ് ഏരിയയിൽ കൃത്യമായിട്ട് നമുക്ക് കുർത്താസ് സെറ്റ് ആവുകയുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ വളവളാന്ന് കിടക്കും, അല്ലെങ്കിൽ നല്ല ടൈറ്റായിട്ട് ഇറുകി പിടിച്ചിരിക്കും. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഈ പോയിൻ്റുകളെല്ലാം അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അത് നമ്മൾ ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പഠിപ്പിക്കുന്ന ആ ഒരു ടൈമിൽ കൃത്യമായിട്ട് ഞാനത് പറഞ്ഞു തരാം. ഇപ്പോൾ ഇത്ര അറിഞ്ഞാൽ മതി. കാരണം വീഡിയോസ് ഒരുപാട് ലോങ് ആയി പോകുന്നു. എനിക്ക് ലോങ് വീഡിയോ ഇടുന്നത് ഇഷ്ടമല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ഞെക്കിപ്പൊട്ടിക്കണേ. കൂടെ ഇപ്പം ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്ത് നമ്മുടെ വീഡിയോ ഒന്ന് വൈറലാക്കി തന്നാൽ വളരെ ഉപകാരം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.